إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم بإياي تقوى الله സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ആശയറ്റുപോകുന്ന ആളുകളാണ് മനുഷ്യരായിട്ടുള്ള നമ്മളൊക്കെ. ഏത് മേഖലയിൽ ബാധിക്കുന്ന പ്രയാസങ്ങളിലും പൂർണ്ണമായി കൊണ്ട് ക്ഷമിക്കാനും പിടിച്ചു നിൽക്കാനും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല എന്നതാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും പ്രതീക്ഷയോടുകൂടി മുന്നേറുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവണം. പരീക്ഷണം അല്ലാഹുവിൽ നിന്നും
അത് ക്ഷമിക്കുന്നവർക്കാണ് വിജയമെന്നുമുള്ള ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ആ ബോധം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആത്മീയമായിട്ടുള്ള കരുത്താണ്. ഈ ലോക ജീവിതം സുഖിക്കാനുള്ള ഇടം മാത്രമല്ല, മറിച്ച് അതൊരു പരീക്ഷണശാലയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭയമായാലും പട്ടിണിയായാലും സാമ്പത്തിക നഷ്ടങ്ങളായാലും ഇതിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരീക്ഷിക്കുമെന്നുള്ള കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കപ്പെടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നത് കാണാം, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഭയവും പട്ടിണിയും ജീവനാശങ്ങളുമെല്ലാം, അതുപോലെ തന്നെ വിളവിലുള്ള നാശമടക്കം, അതിലൂടെയെല്ലാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മളെ എല്ലാവരെയും ഉണർത്തിത്തരുന്ന കാര്യമാണ്. അല്ലാഹു തൻ്റെ ദാസന്മാരെ പരീക്ഷിക്കുന്നത് അവരെ തകർത്തു കളയാനല്ല, മറിച്ച് അവരുടെ പാപങ്ങൾ പൊറുത്തു കൊടുക്കാനും അവരുടെ പദവികൾ ഉയർത്തിക്കൊടുക്കുന്നതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതങ്ങളിൽ പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ചെറിയൊരു വിഷമം പോലും അതുപോലും പ്രതിഫലാർഹമാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുന്ന കാര്യമാണ്, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദം വലാ ഗമ്മ. ഒരു മുസ്ലിമിനെ ഏൽക്കുന്ന ഏതൊരു ക്ഷീണമാവട്ടെ, രോഗമാവട്ടെ, ദുഃഖമാവട്ടെ, ഉത്കണ്ഠയും ശല്യവും മനപ്രയാസവുമാവട്ടെ, ഹത്താ ശൗകത്തി യുശാഖുഹാ, അവൻ്റെ ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ളുപോലും ആവട്ടെ, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ, അവൻ്റെ പാപങ്ങളിൽ ചിലത് അല്ലാഹു മായ്ച്ചു കളയാൻ കാരണമാകാതിരിക്കില്ല. ഈ വിധ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആ പരീക്ഷണങ്ങൾ കൊണ്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാക്കി അതിനെ മാറ്റുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റ് സൽക്കർമ്മങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ചാണ് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടുന്നത്. എന്നാൽ പ്രതിസന്ധികളിൽ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കുന്ന ആളുകൾക്ക് അളവറ്റ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ പറയുന്നത് നമുക്ക് കാണാം, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലർക്ക് തങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുന്നത് കണക്ക് നോക്കാത്ത രൂപത്തിലായിരിക്കും, അഥവാ കണക്കറ്റ രൂപത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നത് എന്നാണ്. അപ്പം പ്രതിസന്ധികളിൽ ക്ഷമ കൈകൊള്ളുന്നവർക്ക് അവരൊറ്റക്കല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പ്രപഞ്ചനാഥൻ്റെ പ്രത്യേകമായ കാരുണ്യവും കൂടും അവർക്കൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തിയത്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകളോടൊപ്പമുണ്ട്. അവൻ്റെ പ്രത്യേക സംരക്ഷണവും കൂടും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാണ്. സന്തോഷമുണ്ടാകുമ്പോൾ നന്ദി കാണിക്കുകയും സങ്കടമുണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും നന്മയാക്കി മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞില്ലേ, അജബൻ ലി അംരിൽ മുഅ്മിനി ഇന്ന അംറുഹു കുല്ലുഹു ഖൈർ. വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതം തന്നെയാണ്, വളരെ അത്ഭുതം തന്നെയാണ്. ഇന്ന അസ്വാബതുഹു സർറാഅ ശുക്റൻ ഫകാന ഖൈറൻ ലഹു. എന്നിട്ട് എന്താ റസൂലുള്ള പറഞ്ഞത്? അവനൊരു സന്തോഷമുണ്ടായാൽ അവൻ നന്ദി കാണിക്കുന്നു, അതവന് നന്മയായി കൊണ്ട് ഭവിക്കുന്നു. വ ഇന്ന അസ്വാബതുഹു ലറാഅ സ്വബറൻ ഫകാന ഖൈറൻ ലഹു. അവനൊരു കഷ്ടത ബാധിച്ചാൽ അവൻ അതുകൊണ്ട് ക്ഷമ കൈകൊള്ളുന്നു, അതും അവനൊരു നന്മയായി കൊണ്ട് ബാധിക്കുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും ഇത് എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണ്, ഇതിന് പിന്നിൽ വലിയൊരു പ്രതിഫലമുണ്ട് എന്ന ചിന്ത മനസ്സിലുറക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് നിരാശ വരില്ല. ആ പരീക്ഷണങ്ങളെ അള്ളാഹുവിൻ്റെ വൃതിപ്രകാരം നേരിടാനും അതിൽ ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാനും സാധിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ദുനിയാവിലും പരലോകത്തും ശാശ്വതമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് വന്ന് ഭവിക്കുന്ന ഏതൊരു നന്മയും തിന്മയും സന്തോഷവും വിപത്തുകളുമെല്ലാം അള്ളാഹുവിൻ്റെ അറിവോടും നിശ്ചയപ്രകാരവും സംഭവിക്കുന്നതാണ് എന്ന ബോധ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കണമെന്നത് അത് നടക്കുന്നതിന് മുൻപ് തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളോ അല്ലെങ്കിൽ ചെറിയ പ്രയാസങ്ങളോ ഒന്നും തന്നെ യാദൃച്ഛികമായി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കാരണമായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നുണ്ട്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല, അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടല്ലാതെ. അപ്പോൾ ഒരു രേഖയിൽ അള്ളാഹിൻ്റെ അടുക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു പ്രയാസം വരുത്താൻ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാലും അള്ളാഹു അത് വിധിച്ചിട്ടില്ല എങ്കിൽ ഒന്നും നമുക്ക് സംഭവിക്കുവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്കൊരു നന്മ തരാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തടയാനും ആർക്കും തന്നെ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അത്തരത്തിലുള്ളതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിൻ്റെ അനുവാദത്തോടെ അല്ലാതെ യാതൊരു വിപത്തും ബാധിക്കുകയില്ല. അപ്പം അള്ളാഹു വിചാരിച്ചാൽ എന്തേ ഉള്ളൂ, ഏതൊരു വിപത്തും നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉത്ബോധനത്തിൽ നമുക്ക് കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ന പ്രമുഖ സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസത്തിൻ്റെ ഈ രഹസ്യം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്? നീ അറിഞ്ഞിരിക്കണം, ഈ ജനത മുഴുവൻ നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി അവർ നിനക്ക് എന്തെങ്കിലും ദോഷം വരുത്താൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്കെതിരെ രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും വരുത്താൻ അവർക്ക് കഴിയുകയില്ല. അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു രേഖപ്പെടുത്തിയത് എന്താണോ അതേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ വിഷമങ്ങൾ നേരിടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഈ വിശ്വാസം കൊണ്ട് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട നേട്ടങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ ഈ അപകടം പറ്റില്ലായിരുന്നു എന്നുള്ള വാർത്തകൾ പോലുള്ളത്, അല്ലെങ്കിൽ ആ വഴിക്ക് പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം വിഷമിക്കാറില്ല സഹോദരങ്ങളെ? അത്തരത്തിലുള്ള വർത്തമാനങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ്. എന്നാൽ വന്നെത്തിയ വിപത്ത് അള്ളാഹു മുൻപ് തന്നെ തീരുമാനിച്ചതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞ് നടക്കൂല എന്നാണ്. ലൗ എന്നുള്ളൊരു വാക്ക്, അങ്ങനെ എങ്കിൽ എന്നുള്ളൊരു വാക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് വല്ലതും സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് നീ പറഞ്ഞു പോവരുത്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാ, അങ്ങനെ നീ പറഞ്ഞു പോവരുത്. പകരം അള്ളാഹു നിശ്ചയിച്ചു, അവൻ അത് ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ എന്ന് പറയുവാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിപത്തുകൾ വരുമ്പോൾ മനസ്സ് തകർന്നു പോകാതെ, ഇത് എൻ്റെ റബ്ബെനിക്ക് നിശ്ചയിച്ചതാണ്, ഇതിലും വലിയ ദുരന്തങ്ങളിൽ നിന്ന് അവൻ എന്നെ കാത്തുരക്ഷിച്ചല്ലോ എന്ന് ചിന്തിക്കുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കണം. ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങളിൽ അമിതമായി ദുഃഖിക്കാതിരിക്കാനും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുവാനും തവക്കുൽ, ഈ വിധിവിശ്വാസം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വിശ്വാസത്തെ അവൻ്റെ പ്രാപ്തനാക്കി തീർക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് വരുന്ന വിപത്തുകൾ അള്ളാഹുവിൻ്റെ അറിവോടെ അവൻ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ഒരു വിശ്വാസിക്ക് പ്രത്യാശ നൽകുന്ന ഏറ്റവും വലിയ ചരിത്ര സംഭവമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഫിർഔനിന്റെയും സൈന്യത്തിൻ്റെയും മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, അനുയായികളുടെയും ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവർ നേരെ വന്ന് നിൽക്കുന്നത് എവിടെയാ? ചെങ്കടലിൻ്റെ മുന്നിലാണ് അവർ വന്ന് നിൽക്കുന്നത്. മുന്നിൽ ആയമേറിയിട്ടുള്ള കടലാണുള്ളത്, പുറകിലാവട്ടെ ആയുധങ്ങളുമായി കൊണ്ട് അവരാക്രമിക്കുവാൻ വേണ്ടി വരുന്ന സൈന്യവുമാണുള്ളത്. കൊല്ലാൻ വരുന്ന ഫിർഔനിൻ്റെ കൂട്ടരെയും കണ്ട് അവർ ഭയപ്പെട്ടു പോവുകയാണ്. അതിൽപ്പെട്ട ആളുകൾ പറയുന്ന രംഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഉണർത്തുന്നുണ്ട്. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ, അങ്ങനെ ഇരുഭാഗവും പരസ്പരം കണ്ടപ്പോൾ മൂസായുടെ അനുചരന്മാർ പറഞ്ഞു, ഇന്നാ മുദ്റകൂൻ, തീർച്ചയായും നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂസാ അലൈഹിസ്സലാം അവരോട് തിരിച്ചു പറയുന്നുണ്ട്, ഖാല കല്ലാ, ഒരിക്കലും തന്നെ ഇല്ല കേട്ടോ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാവും. എൻ്റെ റബ്ബിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധം എന്തുണ്ടാവണം? നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഭൗതികമായ എല്ലാ വഴികളും അടയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സഹായം വരുന്നത്. ആ വാക്കുകൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ അലൈഹിസ്സലാം വടികൊണ്ട് കടലിൽ അടിക്കുകയും കടലൊക്കെ വഴിമാറി അവർ സുരക്ഷിതരായിട്ട് രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എത്ര മോശമായാലും, പ്രതിസന്ധികൾ എത്ര വലുതായാലും, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന ഉറച്ച ബോധം മൂസാ നബി അലൈഹിസ്സലാമിനെ നമുക്കും മാതൃകയാക്കേണ്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും, ഹിജറ വേളയിൽ സൗർ ഗുഹയിൽ വെച്ച് ശത്രുക്കൾ തൊട്ടു മുന്നിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന രംഗമുണ്ട്. അവരൊന്നെന്തെങ്കിലും സാധനങ്ങൾ എടുക്കുവാൻ വേണ്ടി ഒന്ന് കയ്യിൽ വീണ് നിന്ന് എടുക്കുവാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു പോയാൽ റസൂലുള്ളാഹ് നമ്മളവർ കണ്ടുപോകുമല്ലോ.
റസൂലുള്ളാഹിനോട് പറയുന്ന രംഗമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ട കേട്ടോ, ഇന്നല്ലാഹ മഅനാ, നിശ്ചയമായും നമ്മളോടൊപ്പം റബ്ബുണ്ട് കേട്ടോ, അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഏത് തരം പ്രയാസങ്ങളിലും അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ബോധം തന്നെയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധവും ആശ്വാസവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴും ക്ഷമിക്കുവാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹബീബ് ബിൻ ഹതീർ റളിയല്ലാഹുവിൻ്റെ ധീരതയെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. മക്കയിലെ മുശ്രിക്കുകൾ ചതിയിലൂടെ പിടികൂടിക്കൊണ്ട് തടവറയിലാക്കിയിട്ട് പിന്നീട് ക്രൂരമായിട്ട് തൂക്കിലാറ്റാൻ കൊണ്ടുപോവുകയും ചെയ്ത സ്വഹാബിയാണ് ഹബീബ് റളിയല്ലാഹു അൻഹു. മരണത്തിന് തൊട്ടു മുമ്പ് ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് പകരം മുഹമ്മദ് ഇവിടെ കൊല്ലപ്പെടാനും നീ നിന്റെ കുടുംബത്തോടൊപ്പം സുഖമായി ജീവിക്കാനും നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ശത്രുക്കൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ആ സമയത്ത് തൻ്റെ ജീവൻ പോകുന്ന ഘട്ടത്തിലും അദ്ദേഹം നൽകുന്ന മറുപടിയാണ് നമ്മളെ ഓരോരുത്തരെയും ചിന്തിക്കേണ്ടത്. അല്ലാഹുവാണ് സത്യം, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം സുഖമായിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ. തൂക്കുമരത്തിലേക്ക് നടക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ആ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ശത്രുക്കളോട് പറയുന്നുണ്ട്, എനിക്കെൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ സുദീർഘമായി നമസ്കരിക്കുവാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എന്നെ ഒരു ഭീരുവായി കണക്കാക്കുമോ എന്നുള്ളത് കരുതിക്കൊണ്ടാണ് ഞാൻ എൻ്റെ നമസ്കാരം അവസാനിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ശത്രുക്കളുടെ ക്രൂരതയ്ക്ക് മുന്നിലും അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ആ മനസ്സ് ഒട്ടും പതറിയില്ല എന്നുള്ളതാണ്. എവിടെ പ്രയാസങ്ങളും വരുമ്പോഴും റബ്ബിൽ ബരമേൽപ്പിക്കുവാനുള്ള, റബ്ബിൽ നിന്നുള്ള സഹായമുണ്ടാകുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവുന്നുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷമയെക്കുറിച്ച് നമുക്കറിയാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹുവിൻ്റെ ചരിത്രം വലിയൊരു പാഠമാണ്. അവരുടെ ഒരു ചെറിയ കുട്ടി കഠിനമായിട്ട് രോഗബാധിതരായിട്ട് കിടക്കുക. ഭർത്താവ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു പോയ സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യാണ്? മരണപ്പെട്ടാണ്ട് പോവുക. ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ സങ്കടപ്പെട്ട് കരഞ്ഞ് അള്ളാഹുവിൻ്റെ വിധിയിൽ അതൃപ്തി കാണിക്കുന്നതിന് പകരം അവർ കുട്ടിയെ പുതച്ച് കിടത്തിക്കൊണ്ട് ഭർത്താവിനുള്ള ഭക്ഷണവും വിശ്രമവും നൽകിക്കൊണ്ടാണ് നമുക്ക് മാതൃക കാണിച്ചത്. ശേഷം വളരെ ശാന്തമായി കൊണ്ട് ചോദിക്കുന്നുണ്ട്, തൻ്റെ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഒരാൾ നമുക്കൊരു സാധനം കടം തന്നു, പിന്നീട് അത് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കാതിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് തൻ്റെ ഭർത്താവിനോട് ആ സ്ത്രീ ചോദിക്കുന്നത്. ഭർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ലല്ലോ, അത് തിരിച്ചു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്കിൽ അള്ളാഹു നമുക്ക് തന്ന അമാനത്ത് അവൻ തിരിച്ചു വിളിച്ചിരിക്കുന്നു, നമ്മുടെ മകൻ മരിച്ചിരിക്കുന്നു എന്ന് ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ അറിയിക്കുകയാണ്. ആദ്യം അബൂ തൽഹക്ക് പ്രയാസമൊക്കെ തോന്നിയെങ്കിലും ഈ വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചപ്പോൾ പ്രവാചകൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനേക്കാൾ നല്ലൊരു സന്തതിയെ നൽകി അനുഗ്രഹം ചെയ്യുകയൊക്കെ ചെയ്തെന്ന് കാണുവാൻ സാധിക്കും. അപ്പൊ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും, ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലും ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു സഹാബികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ബോധമാണ് അവരെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയികളാക്കി മാറ്റിയത് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് നമുക്കും കഷ്ടതകളും മറ്റു കാര്യങ്ങളെല്ലാം ബാധിക്കപ്പെടുമ്പോഴും എപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രയാസം എന്താ? പ്രയാസങ്ങൾ ഏതൊന്ന് നേരിടുന്നുണ്ടോ ആ സമയത്താണ് നമുക്കെല്ലാവർക്കും അതൃപ്തിയുള്ളതും പ്രയാസങ്ങൾ ഒരുപാട് അനുഭവപ്പെട്ടുകൊണ്ട് അതും ഇതും പറയുന്നതുമെല്ലാം ഉണ്ടാകുന്നത്. അവിടെ ക്ഷമ കൈകൊള്ളുവാൻ ഈ ചരിത്രങ്ങൾ ഓരോന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രതീക്ഷകൾ കൈവിടാതെ മുന്നോട്ട് നീങ്ങാൻ അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ നമ്മളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒന്ന്, റബ്ബ് സുബ്ഹാനഹു തആല അൽ വദൂദാണ് എന്നുള്ള കാര്യം. ഏറെ സ്നേഹമുള്ളവനാണ് നമ്മുടെ റബ്ബ്. ലോകത്ത് ആരേക്കാളും നമ്മെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് ആണ് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷമയെല്ലാം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കാം. നമ്മളോട് ഏറെ സ്നേഹമുള്ള റബ്ബ് നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് മുതൽ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ സംരക്ഷണവും ജീവിത സൗകര്യങ്ങളും നൽകുകയും ചെയ്ത റബ്ബാണ്. ആ റബ്ബ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അവന് അടിമകളോട് ഏറെ ഇഷ്ടവും കാരുണ്യവുമുള്ളവനാണ്. എങ്ങനെയുള്ള അടിയാറുകളാണ് എന്നുള്ളത് കൂടി അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കണം. എന്നിട്ടല്ല പറയും ഇന്ന റബ്ബി റഹീമും വദൂദ് എന്നാ പറഞ്ഞത്. നിശ്ചയമായും എൻ്റെ റബ്ബ് റഹീമും വദൂദുമാണ്, ഏറെ സ്നേഹമുള്ളവരും കാരുണ്യവുമാണ് എന്ന് പറയുകയാണ്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകളോടത് പങ്കുവെക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അടിയാറിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാദ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കുന്നതാണ്. എന്നിട്ട് റബ്ബ് പറയുമെന്നാണ് ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനം ഫഅഹിബ്ബഹു. ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ജിബ്രീലേ, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെട്ടേക്കണം കേട്ടോ. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അത് കേട്ടയുടനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ ഇഷ്ടം അറിയിക്കുമെന്നാണ്. ഫയുനാദി ജിബ്രീലു ഫീ അഹ്ലിസ്സമാ. അങ്ങനെ ആകാശലോകത്തുള്ള ആളുകളോട്, മലക്കുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനം ഫഅഹിബ്ബൂ. ഇന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം കേട്ടോ. ഫയുഹിബ്ബു അഹ്ലുസ്സമാ. അങ്ങനെ ആകാശത്തെ ലോകത്തുള്ളവരെല്ലാം അദ്ദേഹത്തെ കുറിച്ച് ഇഷ്ടപ്പെടുന്നതാണ്. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫീ അഹ്ലിൽ അർള്. അങ്ങനെ പിന്നീട് ഭൂമിയിലുള്ളവർക്കിടയിൽ അവന് സ്വീകാര്യത നൽകുകയും ചെയ്യും. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കുന്ന ആളുകളാണ് അള്ളാഹ് ഇഷ്ടപ്പെടുക. ആ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ജിബ്രീലിനോട് പറയും, ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോട് പറയും, മലക്കുകളും എന്ത് ചെയ്യും, അവരെ ഇഷ്ടപ്പെടും, ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞാലോ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് സ്വീകാര്യത നൽകുന്ന, ആളുകൾക്കിടയിൽ സ്വീകാര്യത നൽകപ്പെടുന്ന അവസ്ഥ അവനക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യണം. ആ ഇഷ്ടം നേടിയെടുക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യണം. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ബാക്കി വെച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവർക്ക് അവരുടെ പാപങ്ങൾ അവൻ പുറത്തു കൊടുക്കുന്നതാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു വളരെ കരുണയുള്ളവനും ഗഫൂറുമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. രണ്ടാമത് അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് റഹ്മാനും, രണ്ടാമത്തെ നാമം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് റഹ്മാനും റഹീമുമായിട്ടുള്ളവനാണ് നമ്മുടെ റബ്ബ് എന്നുള്ളതാണ്. അള്ളാഹുവിനോളം നമ്മളോട് കാരുണ്യമുള്ള മറ്റൊരാളുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിൽ കുറേ യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ടുവരിക. കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് അതിൻ്റെ കൂട്ടത്തിലുണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ കിടന്ന് പരക്കം പായ. ആ സദസ്സിലെ ആ സ്ത്രീ എന്ത് ചെയ്യും? കിടന്ന് പരക്കം പായ. എന്തിനാണെന്നറിയോ? അതിൻ്റെ കുഞ്ഞിനെ കാണാത്ത പരവേശമാണ് ആ സ്ത്രീ കാണിച്ചതെന്ന. ആ പെണ്ണിങ്ങനെ പായുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി ചോദിക്കാണ്, ഈ സ്ത്രീ അവളുടെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് സഹാബാക്കൾ ചോദിക്കുകയാണ്. സഹാബാക്കൾ പറഞ്ഞു, ഒരിക്കലുമില്ല റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, എന്നാൽ ഈ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ അള്ളാഹു തൻ്റെ ദാസന്മാരോട് കാരുണ്യമുള്ളവനാണ്. എത്രത്തോളം കാരുണ്യം റബ്ബിൻ്റെ അടുക്കൽ നിന്ന് നമ്മുടെ മേലുണ്ട് എന്ന് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ. ഫാത്തിഹ സൂറത്തിലൂടെ ദിവസേന 34 തവണ നിർബന്ധമായും അടിമയെ കൊണ്ട് അള്ളാഹു അവൻ്റെ ഈ നാമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൽ ഗഫൂർ എന്ന വാചകം ഏറെ പൊറുക്കുന്നവനാണ് എന്നുള്ളത്. എത്ര തിന്മകൾ ചെയ്താലും അതെല്ലാം റബ്ബ് പൊറുത്തു നൽകുമെന്ന പ്രതീക്ഷയുള്ള വിശ്വാസിക്ക് തൻ്റെ പാപങ്ങൾ അള്ളാഹുവോട് ഏറ്റുപറയുന്നതിൽ മടിയുണ്ടാകില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത് കാണാം, ഇന്നല്ലാഹ യബ്സുതുഹു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതുഹു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. തീർച്ചയായും പകലിൽ പാപം ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് അല്ലാഹു രാത്രി തൻ്റെ കരങ്ങൾ നീട്ടിവച്ചിരിക്കുന്നു. രാത്രിയിൽ പാപം ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കാനായി പകലിലും അവൻ തൻ്റെ കരങ്ങൾ നീട്ടിവച്ചിരിക്കുന്നു. ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരെ ഈ നില തുടരുന്നതാണ്. അള്ളാന്റെ അടുക്കലേക്ക് പാപമോചനം നേടി ചെല്ലാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരങ്ങൾ നീട്ടി വെച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് റബ്ബിലേക്ക് നാം ചെയ്തു വെച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവനിലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഓ എൻ്റെ അടിമേ, എന്നോട് ചോദിച്ചാൽ നൽകുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല. ആകാശം മുട്ടെ നീ പാപങ്ങൾ ചെയ്താലും എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ പൊറുത്തു തരുന്നതാണ്. ഭൂമി നിറയെ നിന്റെ പാപങ്ങൾ ഉണ്ടായാലും എന്നിൽ പങ്കുചേർക്കാത്ത വിധം എന്നെ സമീപിച്ചാൽ ഞാൻ അവ പൊറുത്തു നൽകുന്നതാണ്. എത്ര തന്നെ പാപങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിക്കണമെങ്കിലും എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞ അത് എത്ര വലിയ പാപമാണെങ്കിലും അള്ളാഹു അത് പുറത്തു തരുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയുന്നതിന് മുന്നേ 3 നാൾ മുമ്പ് നമ്മളോട് പറഞ്ഞത്, ലാ യമൂതുന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ദൻ, നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടെ ഇല്ലാതെ മരിക്കാനിടയാവരുത്. അപ്പം അള്ളാഹിനെ കുറിച്ച് ആ പ്രതീക്ഷ നമ്മുടെ കയ്യിലുണ്ടാവണം. അൽ വദൂദാണെന്നുള്ള, അൽ റഹീമുർ റഹ്മാനുമാണെന്നുള്ളത്
അൽ ഗഫൂർ ആണെന്നുള്ള പ്രതീക്ഷ നമ്മുടെ കൈകളിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരത്തിലാവണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കേണ്ടത്. പ്രയാസങ്ങളിൽ അടിപതറാതെ റബ്ബിൽ വരമേൽപ്പിക്കുവാനുള്ള, തവക്കുൽ ചെയ്യുവാനുള്ള ശക്തി നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. നിരാശരാവേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പ്രതീക്ഷ അർപ്പിച്ച ആരെയും കൈവിട്ടിട്ടില്ല എന്നുള്ള ചരിത്രങ്ങളാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഇതിനു മുമ്പായിക്കൊണ്ട് ഓരോ ഖുത്ബയുടെ ഓരോ ഭാഗങ്ങളിലുമായിക്കൊണ്ട് കേൾക്കപ്പെട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു പ്രതീക്ഷ റബ്ബിൽ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വഅഖിമിസ് സ്വലാത്ത്.